ഉളിക്കൽ ടൗൺ മരണക്കെണിയാകുന്നു. കാൽനടയാത്രികർക്ക് തകർന്ന സ്ലാബുകളിൽ വീണ് പരിക്കേൽക്കുന്നതും നിത്യസംഭവമായി മാറി. അധികൃതർ നിസ്സംഗതയിൽ. ഉളിക്കൽ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ഉളിക്കൽ ടൗൺ ഇന്ന് കാൽനടയാത്രികർക്ക് മരണം വിതയ്ക്കുന്ന കെണിയായി മാറിയിരിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾക്കായി നിത്യേന ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഈ ടൗണിലെ തകർന്ന സ്ലാബുകൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 വിദ്യാർത്ഥികളും കാൽനടയാത്രികയായ ഒരു വയോധികയും സ്ലാബുകൾക്കിടയിലേക്ക് വീണ് പരിക്കേറ്റതോടെ ജനങ്ങളുടെ പ്രതിഷേധം അതിരുകടന്നിരിക്കുകയാണ്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ ടൗണിലെത്തുന്ന സാധാരണക്കാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആശ്രയിക്കുന്ന പ്രധാന ടൗണാണിത്. എന്നാൽ ഇവിടുത്തെ നടപ്പാതകളിലെ സ്ലാബുകൾ തകർന്ന് ഉള്ളിലെ കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭീകരാവസ്ഥയാണ് കാണാൻ കഴിയുക. ഈ ഗൗരവകരമായ വിഷയം ഏജന്റ് അടക്കമുള്ള മാധ്യമങ്ങൾ നിരന്തരം വാർത്തയാക്കി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഇതുവരെയും ഒരു ശാശ്വത പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ല. നിലവിൽ ചിലയിടങ്ങളിൽ പുതിയ സ്ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് വെറും പ്രഹസനം മാത്രമാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുമ്പോൾ സ്ലാബ് പൊട്ടിയത് മുമ്പ് JCBനെ കൊണ്ട് മാന്തുമ്പോൾ അത് പിന്നീട് അത് പുതിയതിടാനോ പിന്നെ മാറ്റാനോ തയ്യാറായിട്ടില്ല അധികൃതർ. പിന്നീടാണ് വണ്ടി കയറിയോ ഡ്രെയിനേജ് സ്ലാബ് പൊട്ടിയത്. അപ്പോൾ അപകട ഭീഷണി മുന്നിൽ കണ്ടിട്ടാണ് അത് അവിടെ താൽക്കാലികമായിട്ട് അത് അടച്ചിട്ടുള്ളത്. അത് ഉടൻ തന്നെ പുതിയത് മാറ്റി സ്ഥാപിക്കണം എന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ കൂടുതൽ അപകട ഭീഷണിയായി ആളുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. വണ്ടി കയറി കഴിഞ്ഞാൽ കൂടുതൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിച്ച ഈ സ്ലാബുകൾ ചവിട്ടുമ്പോൾ തന്നെ ഇളകുന്നതും വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചനയാണ് നൽകുന്നത്. അനർത്ഥം നടന്നതിനു ശേഷം മാത്രം ഉണരാമെന്ന അധികൃതരുടെ നിലപാട് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്ത ഈ നിസ്സംഗതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഇപ്പം നമ്മൾ സ്ലാബിൻ്റെ പ്രശ്നം നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് പല പ്രാവശ്യം പല ചാനലുകാരും വന്ന് റെക്കോർഡ് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് അതിന് വേണ്ട ഒരു പരിഹാരം കണ്ടില്ല. ഇനിയിപ്പോൾ പുതിയ ഭരണസമിതിയെല്ലാം അധികാരത്തിൽ വന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സ്ലാബ് മാറ്റാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് സ്ലാബ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഏത് കോലത്തിലുള്ളത്. അതും കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ ഒഴിവുകളാണ്. പിന്നെ അവിടെ ഇപ്പം തന്നെ 2-3 വട്ടം ആൾക്കാർ വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി ആ ഭാഗത്തായിട്ട്.